കുട്ടികൾക്കും സുഹൃത്ത് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങളൊന്ന് ക്വസ്റ്റൻ വായിച്ച് നോക്കുക. മാക്സിമം വാല്യൂ, ഈ മാക്സിമം ആൻഡ് മിനിമം എക്സാമിന് എപ്പോഴും ചോദിക്കും. അതും പ്രത്യേകിച്ച് ട്രിഗണോമെട്രി. ഞാൻ ഓൾറെഡി തന്നെ കുറേ ഇതേപോലത്തെ ക്ലാസ്സുകൾ പോസ്റ്റ് ഉണ്ട്. മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂവിൻ്റെയൊക്കെ. ഇത് മറ്റൊരെണ്ണമാണ്. ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടാവും, ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് തന്നെ ആകണമെന്നില്ല, ഇതേപോലത്തെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് തന്നെ ആകാം. എന്തായാലും പഠിച്ചോണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ. എപ്പോഴും നമുക്കല്ലാതെ ഇന്ന ക്വസ്റ്റ്യൻ തന്നെ വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എൻട്രൻസിൻ്റെ കേസിൽ. പക്ഷേ പ്ലസ് ടുവിന് അങ്ങനെയല്ല, ഇന്നത് വരും, അത് വന്നിരിക്കും, മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3-4 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരെണ്ണം കിട്ടും എന്നുള്ള രീതിയിൽ കൂടെ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന ക്വസ്റ്റ്യൻ പഠിച്ച് അത് തന്നെ വരിക എന്നുള്ളത് നമുക്ക് വളരെ റെയറായിട്ടുള്ള സംഭവമാണ് കേട്ടോ. കിട്ടിയാൽ ഭാഗ്യം, അത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. ഞാൻ ആദ്യം അതൊന്ന് എഴുതാം, നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഇങ്ങനൊരു എക്സ്പ്രഷനുണ്ട് കേട്ടോ. സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് കോസ് റേസ് സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. എളുപ്പം ശ്രദ്ധിച്ചോ. ഇതിപ്പോൾ ഇതല്ലേ നമ്മുടെ എക്സ്പ്രഷൻ. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇവിടെ ഒരു പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആഡ് ചെയ്തു. അതേ തന്നെ സബ്ട്രാക്റ്റും ചെയ്തു എന്ന് വിചാരിക്കും. ഒരു ടേമിനെ സബ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടേം. ഇത് പ്ലസ് ചെയ്തു, അതേ ടേം മൈനസ് ചെയ്തു. ഇങ്ങനെ ഈ 3 പേരെ കണ്ടാൽ ഏതാ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് കണ്ടാൽ ഇതിനെ നമുക്ക് ഇത്രയിനെ കണ്ടാൽ നമുക്കൊരു എക്സ്പ്രഷൻ ആമോനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഫോമാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇത്രയും. ഓക്കെ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ അതാണ് സൈൻ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ സൈൻ റേസ് ടു 4 പ്ലസ് 2ab അതാണ് ഈ ടേം പ്ലസ് ബി സ്ക്വയർ കോസ് റേസ് ടു 4. ഓക്കെ, അപ്പോൾ അതങ്ങ് ബാക്കി ഈ ടേം അതേപോലെ ഉണ്ട് കേട്ടോ. ബാക്കി -2 ഇതുണ്ട്. ഇത് എത്രയായിട്ട് മാറും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 അല്ലേ. അപ്പോൾ 1 സ്ക്വയർ ബിക്കംസ് 1 മൈനസ് ബാക്കി ഈ 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു എൻട്രൻസ് ആകുമ്പോൾ ഇത് പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനെ ഞാൻ ഇത്രയൊക്കെ ഒന്നാക്കി. അപ്പോൾ ഇവനെ ഞാൻ തുടച്ച് കളയുക കേട്ടോ. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്നാൽ വേണമെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിക്കോണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇയാൾക്ക് പകരമായിട്ട് ഇയാൾ എഴുതി. അപ്പോൾ ഇയാളുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാക്സിമത്തിനും തുല്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - മോനെ ഇതുണ്ട് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷനാണ്. ഈ 2 മാറി 4 ആയിരുന്നുവെങ്കിൽ 4 അല്ല, ഞാനൊന്ന് 4 ആയിരുന്നുവെങ്കിൽ 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്നായിരുന്നുവെങ്കിൽ ഇത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. 2 മാറി 4 ആയിരുന്നെങ്കിൽ 4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ 2 സൈൻ കോസ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമായിരുന്നല്ലോ. പക്ഷേ 4 ഉണ്ടോ? ഇല്ല, വേണ്ട. അപ്പോൾ 4 ആക്കിക്കൊണ്ട് നമ്മളൊരു പുറത്തോട്ട് ആരെ കൊടുത്തൊരു 1/2 കൊടുത്തു. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. 1/2 × 4 2 ആയി. ഓക്കെ, ഈ 4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ക്യാൻ ബി 2 സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ പുറത്ത് ആരെ ഇട്ടു? 1/2. ഇത് ബ്രാക്കറ്റ് ആണ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1 - 1/2 × 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ എക്സ് കോസ് എക്സ് 2 സൈൻ എ കോസ് എ സൈൻ 2a. അപ്പോൾ ഇതെന്തായിട്ട് മാറും? സൈൻ 2 തീറ്റ ഇല്ലേ. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ 2 തീറ്റ. ഓക്കെ, ഇത് സൈൻ 2 തീറ്റ ദ ഹോൾ സ്ക്വയർ, ഈ സൈൻ സ്ക്വയർ 2 തീറ്റ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇതാ നമ്മൾ മറ്റൊരെണ്ണമാക്കി ഇത്രയും. അപ്പോൾ ഇയാളുടെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാക്സിമത്തിന് ഈക്വലാണ്. ഇനി ഇതിനെ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കണം. വി ഹാവ് എന്നാണ് എഴുതുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. 0 < ≤ സൈൻ സ്ക്വയർ 2 തീറ്റ < ≤ 1. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സൈൻ 2 തീറ്റ ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അതറിയാമല്ലോ. സൈൻ്റെ ഏതാണ്? സൈൻ 2 തീറ്റ ആണെങ്കിലും സൈൻ 4 തീറ്റ ആണെങ്കിലും എല്ലാം ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1 അല്ലേ. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ 2 തീറ്റ ആണെങ്കിൽ -1 കാണത്തില്ല, ഏറ്റവും ചെറിയ വാല്യൂ 0. സൈൻ സ്ക്വയർ ആകുമ്പം ഏറ്റവും ചെറിയ വാല്യൂ എന്തായിരിക്കും? 0. നെഗറ്റീവിലോട്ട് പോകുമോ? ഇല്ല. അതുകൊണ്ടാണ് 0 < ≤ സൈൻ സ്ക്വയർ 2 തീറ്റ < ≤ 1. മറന്നു പോവരുത്. ഓക്കെ,
അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ ഇനി ഇത്രയും വലിയതായിട്ട് ഈ ഭാഗം ഇത്രയും വലുതായിട്ട് എടുക്കും കേട്ടോ, ഓരോന്നിനും ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇയാളുടെ മാക്സിമം അല്ലെങ്കിൽ ഇയാളുടെ റേഞ്ച് നമുക്ക് കിട്ടി 0ക്കും 1നും ഇടയ്ക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു -1/2 ഞാൻ ഇതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുവാണേ. ഇൻറ്റു ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ -1/2 sin square 2θ എന്ന് നടുക്കാക്കി എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ sin square 2θയുടെ മൈനസ് കൊടുക്കുക, എല്ലായിടവും മൈനസ് കൊടുക്കുക എന്നർത്ഥം കേട്ടോ. എല്ലായിടവും മൈനസ് കൊടുക്കുമ്പോൾ നോക്കിക്കേ, -1/2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ട്. ഈ -1/2 കൊണ്ട് ഇയാളെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 0 ഇൻറ്റു ചെയ്താൽ ആര് തന്നെയാണ് 0. ഇതിന് ഇൻറ്റു ചെയ്താൽ എത്ര ഇടും മോനെ? -1/2. ശരിയല്ലയോ? എല്ലാവരുടെയും ഉണ്ട്. പക്ഷേ ഇൻഇക്വാലിറ്റി സൈൻ ശ്രദ്ധിച്ചോണം, ചേഞ്ച് ചെയ്യും. ഇൻഇക്വാലിറ്റി സൈൻ നേരെ തിരിച്ചാവും. എന്തുകൊണ്ടാണ്? നെഗറ്റീവ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇൻഇക്വാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറി. ഇതെല്ലാം ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോഴും ഫുള്ളായിട്ടില്ല, ഇത്രയായിട്ടല്ലേ, ഇത്രയായി. ഇനി ഒരു 1 കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യണം. അങ്ങോട്ട് ഒരു 1 കൂടെ ചേർന്നില്ല ഇതിലൂടെ. അപ്പോൾ ആഡിങ് 1, എല്ലായിടവും നമ്മൾ 1 ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിലൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 -1/2 sin square 2θ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1 + -1/2 becomes +1/2 കേട്ടോ. 1 + -1/2 1 - 1/2 becomes 1/2. ഇപ്പോൾ നമ്മുടെ ഫുൾ ടൈം ആയി മോനെ. എന്താണ് ഈ നടുക്ക് കണ്ടോ, ഫുൾ ടൈം ആയി. ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പോൾ ഇതുമല്ല ഈക്വലാണ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ഇയാളുടെ വാല്യൂ ആർക്കൊക്കെ ഇടയ്ക്കാം? 1നും 1/2നും ഇടയ്ക്കാം. Therefore ഇയാളാണ് നമ്മുടെ എന്ത് വാല്യൂ? ഗ്രേറ്റസ്റ്റ് ഓർ മാക്സിമം വാല്യൂ. വേണമെങ്കിൽ ഇയാൾക്ക് മിനിമം ഒന്ന് എടുക്കാം. നമുക്കിപ്പോൾ മാക്സിമം മതി. മാക്സിമം ആകുമ്പോൾ 1. ഓക്കെ, മിനിമം ആയിരുന്നു എങ്കിൽ 1/2 എടുക്കണമായിരുന്നു. നമുക്കിവിടെ മിനിമം ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ മാക്സിമം മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം മാത്രമായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റനാണ്. ഇതിനുള്ളിലുള്ള സിംപ്ലിഫിക്കേഷൻ എല്ലാം നല്ലതുപോലെ പഠിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ള ക്വസ്റ്റൻ പഠിച്ചു കഴിഞ്ഞാൽ പല പ്രോബ്ലത്തിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഇയാളെ മാറ്റുന്നത്, ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എല്ലാം നല്ലതാണ് കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ കൂടെ പഠിക്കണം, നല്ല രീതിയിൽ കൂടെ കേട്ടല്ലോ. നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടി തന്നെ പരിശ്രമിക്കണം. അത് കിട്ടിയിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.